ജീവിതത്തിന്റെ വലിയ സമ്പാദ്യം മക്കൾ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, ഇന്ന മിനദ് ദുനൂബി ദുനൂബൻ ലാ യുകഫിറുഹാ ഇല്ലൽ ഹമ്മു ബിൽ അയാൻ. ചില തെറ്റുകൾ പൊറുക്കപ്പെടണമെങ്കിൽ മക്കളെ ചൊല്ലിയുള്ള വേവലാദികളെ കൊണ്ടല്ലാതെ, മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്കുണ്ടാകുന്ന തലവേദന കൊണ്ടല്ലാതെ പൊറുക്കപ്പെടാത്ത ചില തെറ്റുകളുണ്ട്. അല്ലാഹു പൊറുക്കണമെങ്കിൽ മക്കളാൽ ഒരു പ്രയാസം, ഒന്നുകിൽ കെട്ടിക്കാൻ നേരം വൈകിട്ടുണ്ട്. ഒരാൾ അങ്ങനെ പറഞ്ഞു, 35 വയസ്സായി പെങ്ങൾക്ക് കല്യാണം വന്നിട്ടില്ല. അള്ളാഹു ആ സഹോദരിക്ക് അതുപോലെയുള്ള വിവാഹം ആലോചിക്കുന്ന സഹോദരിമാർക്കൊക്കെ യോജിച്ച ഇണകളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരുണ്ട്, അവർക്കൊക്കെ ദീനിൽ അവരെ സഹായിക്കുന്ന ഇണകളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കളെ ചൊല്ലിയുള്ള ഈ വേവലാദികളെ കൊണ്ടല്ലാതെ പൊറുക്കപ്പെടാത്ത ചില പാപങ്ങൾ. ഈ അടുത്ത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പെൺകുട്ടി ഒരു പൂജാരിയുടെ കൂടെ ഇറങ്ങി ഓടി എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ അറിഞ്ഞോ? അത് അത്ര പെട്ടെന്നല്ലേ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ടേ, നല്ലത് പറഞ്ഞാലും വേ എത്തും, ചീത്ത പറഞ്ഞാലും വേ എത്തും, എന്ത് പറഞ്ഞാലും പെട്ടെന്ന് എത്തിക്കളയും. ആയിക്കോട്ടെ, പക്ഷെ നമുക്കൊരു വിഷമുണ്ട് അതിൽ. ഇവിടെ ഒരു മുസ്ലിം കുട്ടിയല്ലേ, ആ കുട്ടി എങ്ങാനും ഇസ്ലാമിൽ നിന്ന് മതം മാറിപ്പോയാൽ റിദ്ദത്താണ്, മുർത്തദ്ദാണ്, നരകമാണ് പിന്നെ ശിക്ഷയുള്ളത്. ആ കുട്ടിയെ പോറ്റി വളർത്തിയ ഉമ്മ കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടേ കുട്ടി ഉമ്മയോട് പറഞ്ഞത്, ഉമ്മ ഭർത്താവിന്റെ വീട്ടുകാര് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ ടൗണിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ഉമ്മ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ടൗണിൽ കൊണ്ട് ഇറക്കി കൊടുത്തു. ഓൾ ഇവനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്, അവന്റെ കൂടെ അങ്ങ് പോയി. ഇതാണ് ഇപ്പൊ സംഭവിച്ചത്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എങ്ങനെ താലോലിച്ചുണ്ടാക്കുന്ന മക്കളാണ് നമ്മുടെ മക്കളൊക്കെ, എങ്ങനെ നമ്മൾ വളർത്തുന്നത്. അവർക്കൊരു ചെരുപ്പ് വാങ്ങിക്കുമ്പോ എത്ര ക്വാളിറ്റി നോക്കിയിട്ട് എടുക്കണത് അല്ലേ? ഇത് നല്ല തന്നെയാണോ? ഷർട്ട് എടുക്കുമ്പോ, ഡ്രസ്സ് എടുക്കുമ്പോ ഇത് ചൂടെടുക്കോ കുട്ടിക്ക്? പാമ്പേഴ്സ് വാങ്ങിക്കുമ്പോ, ഡയാപ്പർ വാങ്ങിക്കുമ്പോ നല്ല കമ്പനി ആയിക്കോട്ടെ, എന്റെ കുഞ്ഞിന് മുറിവായി പോണ്ട. ഇങ്ങനെയൊക്കെ വളർത്തി ഉണ്ടാക്കിയ മക്കൾ, അവർക്ക് സ്വന്തമായി നടക്കാനും തീരുമാനിക്കാനും ഓടാനും ഒക്കെ പ്രായമാകുമ്പോ സ്വന്തം മാതാപിതാക്കളെ ഇട്ടേച്ച് ഓടുമ്പോ ആ ഉമ്മയുടെ വാപ്പയുടെ മനസ്സിലെ വേദന ഇവിടെ കൊണ്ടുപോയി വെക്കും. എന്തായിരിക്കും ആ സങ്കടം? അങ്ങനെയൊക്കെ ചില സങ്കടങ്ങൾ ഉണ്ടായാൽ അള്ളാഹു അവരുടെ ഒരുപാട് പാപങ്ങൾ അതുകൊണ്ട് പുറത്തു കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾക്കൊന്നും ബുദ്ധിമോശം സംഭവിക്കാതെ, മൃഗങ്ങളെ പോലെ ഭോഗത്തിന് മാത്രം ജീവിക്കുന്ന മൃഗങ്ങൾ പോലും അങ്ങനെയല്ല. അതായത് മൃഗങ്ങൾ പോലെ എന്ന് പറയാനും പറ്റില്ല, ദുർനടപ്പുകാരായ മനുഷ്യരെ പോലെ എന്ന് ഞാൻ പറയട്ടെ. വെറും ഭോഗിക്കാനും സുഖിക്കാനും മാത്രം ജീവിക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ മക്കളുടെ ചിന്തകൾ, നമ്മുടെ ആൺമക്കളും പെൺമക്കളും ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ. നമ്മുടെ മുതിർന്നവരും ചെറിയവരും ഏതു നേരവും വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ, വ്യഭിചാരത്തിന്റെ ചർച്ചകൾ, വ്യഭിചാരത്തിന്റെ ചിന്തകൾ. നിബിധങ്ങൾ പറഞ്ഞു, ഞാൻ പോവാൻ, ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോവാൻ. പക്ഷേ ഞാൻ പോയാൽ നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ഫിത്ന പെണ്ണുങ്ങളാണ്. എന്റെ ഉമ്മത്തിലെ പുരുഷന്മാർക്ക് അവരുടെ ദീനും ബുദ്ധിയും നഷ്ടപ്പെടാൻ പെണ്ണുങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഫിത്ന എന്റെ കാലശേഷം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിങ്ങൾ കരുതിയിരിക്കണേ. എന്റെ കാലശേഷം നിങ്ങൾക്ക് വരാനുള്ള ഏറ്റവും വലിയ ഫിത്ന അതാണ്, പെണ്ണുങ്ങൾ. നിങ്ങളുടെ ഈമാൻ വരെ നഷ്ടപ്പെടാൻ, നിങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം നഷ്ടപ്പെടാൻ. മതിയോ? അള്ളാഹു നിങ്ങളോട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അള്ളാഹുവിന് നിങ്ങളോട് പൊരുത്തമാണോ എന്നറിയാൻ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയാൽ മതി. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടോ, അവർക്ക് നിങ്ങളോട് പൊരുത്തമാണോ? അള്ളാഹു ജല്ല ജലാലു നിങ്ങളോട് പൊരുത്തമാണ്. മാതാപിതാക്കൾക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടോ? വെറുതെ ദേഷ്യം പിടിക്കണ മാതാപിതാക്കൾ ഉണ്ടാവും, അവരോട് സോറി, നിങ്ങൾക്ക് തെറ്റ്. വെറുതെ മക്കളോട് ശത്രുത കാണിക്കുന്ന മാതാപിതാക്കൾ വളരെ അപൂർവമാണ്, എന്നാലും കാണും. അതല്ല, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ വകയുണ്ടായിരിക്കത് ചെയ്യാതെ, അല്ലെങ്കിൽ അവരെ വിഷമിപ്പിച്ചുകൊണ്ടോ അവരെ വേദനിപ്പിച്ചുകൊണ്ടോ ഏതെങ്കിലും രീതിയിൽ അവരുടെ കണ്ണീരൊഴുകിയാൽ അള്ളാഹുവിന്റെ അർശ് കടന്ന് പിടക്കുന്ന അവർ, അള്ളാഹുവിന് ഇഷ്ടമല്ല, അള്ളാഹുവിന് അവരോട് ദേഷ്യമാണ്. അള്ളാഹുവിന്റെ ദേഷ്യം മാതാപിതാക്കളുടെ ദേഷ്യത്തിലാണ്. ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് എഞ്ചിനീയറിംഗിന് പോയാൽ കിട്ടുന്ന ഹദീസല്ല.
അവർ മെഡിസിൻ പഠിച്ചാൽ ഇതവിടെ ചർച്ചയല്ല. നമ്മുടെ മക്കള് BBAയോ MBAയോ MCAയോ എന്തെടുത്താലും അവരുടെ കരിക്കുലത്തിൽ ഇതൊന്നും ചർച്ച വരൂല. ഇത് പഠിപ്പിക്കുന്നത് ദീനാണ്, അള്ളാഹുവിന്റെ ശരീഅത്താണ് ഇത് പഠിപ്പിക്കുക. അല്ലാത്തവർക്ക് ഇത് ചർച്ചാ വിഷയം പോലുമല്ല. അതുകൊണ്ട് പൊന്നു മുഅ്മിനീങ്ങളെ ആമുഖമായി ഞാൻ പറഞ്ഞിടാൻ, മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുത്തേക്കണം. മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കി. ഇന്ന് കേൾക്കാനും അറിയാനും നമ്മൾ വായന കുറഞ്ഞു പോയ കാലമാണ്. അതുകൊണ്ട് അള്ളാഹു കാണാനും കേൾക്കാനുമുള്ള ഒരുപാട് സംവിധാനങ്ങൾ CD ആയിട്ടോ യൂട്യൂബ് ആയിട്ടോ സോഷ്യൽ മീഡിയ ആയിട്ടോ കേൾക്കാനും കാണാനും മനുഷ്യൻ നോക്കി വായിക്കാൻ മടിയുള്ള കാലത്ത് ഒരുപാട് കാണാനും കേൾക്കാനും അള്ളാഹു അവസരം തന്നില്ലേ? മക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കി, മക്കൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കി. ഇല്ലെങ്കിൽ നഷ്ടമാണ്. അള്ളാഹു നമ്മുടെ സമൂഹത്തിന് അപമാനകരമായ ഒരു സംഭവങ്ങളും ഇനി ഒരിക്കലും സംഭവിക്കാതെ ഈ നാടിനെ വിശേഷിച്ചും മുസ്ലിം പ്രദേശങ്ങളിൽ അള്ളാഹുവിന്റെ കാവൽ മൊത്തത്തിലും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കുടുംബത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത്. വളരെ പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ച്, മക്കളുമായുള്ള ബന്ധം, വീട്ടിൽ അനുജൻ ജ്യേഷ്ഠത്തിമാർ തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ ആരംഭ സൂറത്തുൻ നിസാഇന്റെ ആരംഭവാക്യം, സൂറത്തുൻ നിസായിലെ ആദ്യത്തെ ആയത്ത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, തഖൂ റബ്ബക്കും, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണമേ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഞാൻ എന്റെ സ്വന്തം നഫ്സിനോടും അത് കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യാൻ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങൾ അല്ലാഹു തആല ഒരു നഫ്സിൽ നിന്നാണ് പടച്ചിട്ടുള്ളത്, ഒരു ശരീരത്തിൽ നിന്ന്, ഒരു വാപ്പയുടെ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് തുടക്കം. വഖലഖ മിൻഹാ സൗജഹാ, ആദം നബിയിൽ നിന്നാണ് അവരുടെ ഇണയെ പടച്ചത്, ഹവ്വാ ബീവിയെ. ഉമ്മ ഒന്നാണ്, വാപ്പ ഒന്നാണ്. കുച്ച് ബഡി ബാത് ഹോതി ഹോതേ ജ മുസൽമാൻ ഭി ഏക്, മുസ്ലിമീങ്ങൾക്കും ആ ഒരു ഏകമായ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇഖ്ബാൽ കുതിച്ചു പോയിട്ടുണ്ട്. ഒരു കുടുംബത്തെ പോലെ മനുഷ്യരാശിയെ കാണുകയാണ് അല്ലാഹു. മനുഷ്യരെ, നിങ്ങളുടെയൊക്കെ വാപ്പ ഒന്നാണ്, ഉമ്മ ഒന്നാണ്. وبث منهما رجالا كثيرا ونساء, ഒരുപാട് പുരുഷന്മാരും ആണുങ്ങളെയും അല്ലാഹു പടച്ചത് ആ ഒരു ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നുമാണ്. ഒരു മാതാവിൽ നിന്ന്, പിതാവിൽ നിന്ന്. നിങ്ങൾക്കൊരു പിതാവും മാതാവും ഉള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭൗതികമായ ജന്മത്തിന് കാരണക്കാരാണ് അവർ എങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ കാരണക്കാരൻ, നിങ്ങളുടെ സബബുൽ വുജൂദ്, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരാനുള്ള കാരണം അല്ലാഹു അല്ലയോ? അല്ലാഹുവിനെ സൂക്ഷിക്കണമേ. ശുദ്ധ ഖുർആൻ 4 സ്ഥലങ്ങളിൽ അല്ലാഹുവിനെ അനുസരിക്കണേ, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നന്ദി ചെയ്യണം, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം. വസ്വ, ഔസ്വ, 2 പ്രയോഗം കാണും ഖുർആനിൽ. ഔസൈന, നമ്മൾ വസിയത്ത് ചെയ്തു. വസ്വൈന, നമ്മൾ വസിയത്ത് ചെയ്തു. അൻസൽന നസ്സൽന എന്ന് പറയുന്ന പോലെ ഒരു തവണ വസിയത്ത് ചെയ്യുമെന്ന് പറഞ്ഞ എന്താ? ഞാൻ മരിച്ചുപോയാൽ മക്കളെ, എന്റെ കാലശേഷം മക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വാപ്പ അല്ലെങ്കിൽ ഉമ്മ മക്കളോട് വസിയത്ത് ചെയ്യാം. നിരന്തരം വസിയത്ത് ചെയ്തു, നിരന്തരം പറഞ്ഞു കൊടുത്തു, എപ്പോഴും പറഞ്ഞു കൊടുക്കാൻ, നിങ്ങൾ ഇത് ചെയ്യണേ, നിങ്ങൾ മാതാപിതാക്കളെ നോക്കണേ. അതുകൊണ്ടാണ് അല്ലാഹു വസ്വ എന്നാ പറഞ്ഞത്. നിരന്തരം അല്ലാഹു പറയാൻ. അൽ ഇൻസാന, മനുഷ്യനോട്. മനുഷ്യരെന്ന് പറഞ്ഞതിൽ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മതമില്ലാത്തവനുണ്ട്, ചെറിയ മക്കളില്ലേ, അവർക്ക് ഇൻസാനാ. അവരോടും അല്ലാഹുവിന്റെ ആജ്ഞയുണ്ട്, മാതാപിതാക്കളെ നോക്കണമെന്ന്. മാതാപിതാക്കളെ നോക്കണമെന്ന്. ഇൻസാൻ, ഇൻസാൻ എന്ന വാക്കിന്റെ പരിധിയിൽ മക്കളും പെട്ടുപോയിട്ടുണ്ടെന്നാണ്. പക്ഷേ മക്കൾക്ക് തക്ലീഫില്ല, അതുകൊണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് മക്കൾ ഒരു നന്മ ചെയ്താൽ അതിന്റെ കൂലി മാതാപിതാക്കൾക്ക്. ചെറിയ മക്കൾ തെറ്റ് ചെയ്താൽ അവർക്ക് ശിക്ഷ ഉണ്ടാവില്ല. അവർ പ്രായപൂർത്തിക്ക് താഴെയാകുമ്പോ, തമീസിന്റെ പ്രായത്തിൽ താഴെയാകുമ്പോ. ഉലമാഇന്റെ അഭിപ്രായങ്ങൾ. സുബ്ഹാനല്ലാഹ്, മനുഷ്യനോട് അല്ലാഹു വസിയത്ത് ചെയ്യാൻ, മാതാപിതാക്കളെ നോക്കണേ. എന്താ കാരണം എന്നറിയോ? നീ ഈ ലോകത്തേക്ക് കടന്നു വരാനുണ്ടായ ആദ്യത്തെ കാരണം നിന്റെ ഉമ്മയാണ്, നിന്റെ ഉപ്പയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ നീ നോക്കണമേ, അവരോട് നീ വസിയത്ത് നന്മയോടുകൂടെ പെരുമാറണം, നല്ലത് ചെയ്യണം, അവർക്ക് നന്മ ചെയ്തു കൊടുക്കണം, അവരെ തൃപ്തിപ്പെടുത്തിയേക്കണം, അവരുടെ മനസ്സ് വേദനിപ്പിക്കല്ലേ. മക്കൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്ന കാലഘട്ടം അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ ഭയങ്കര ദേഷ്യപ്പെടുന്ന കാലം, എന്തിനും അടിച്ചു പൊട്ടിക്കുക, അങ്ങനത്തെ മക്കളുള്ള കാലം.
ദേഷ്യം ഒന്ന് ചോദിച്ചു, പിന്നെ അടുത്തത് പിന്നെ പൊട്ടിക്കല, അല്ലെങ്കിൽ ഉമ്മയെ തല്ല, വാപ്പയെ തല്ല, അല്ലെങ്കിൽ പിണങ്ങി കിടക്കുക, ഇറങ്ങി ഓടുക, ഇങ്ങനെ പിടിച്ച വാശി. ഇങ്ങനെ മക്കൾ പെരുമാറുന്നത് അന്ത്യനാളിനോട് അടുക്കുന്ന കാലഘട്ടത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വീടിനുള്ളിലൊക്കെ നോക്കി മക്കൾ എങ്ങനെ പെരുമാറുന്നത്. ചെറിയ കുഞ്ഞിനോടും ആണിനോടും പെണ്ണിനോടും സർവ്വ മതക്കാരനോടും മുസ്ലിമിനോടും അമുസ്ലിമിനോടും ഒരുപോലെ നിന്റെ മാതാപിതാക്കളെ നീ ശരിക്കും നോക്കി പരിപാലിക്കണമേ എന്ന അള്ളാഹുവിന്റെ ആജ്ഞ വസ്വ നിരന്തരം ഒന്നിന് പിറകെ ഒന്നായി അള്ളാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനാണ് വസ്വ എന്ന പ്രയോഗം. വസ്വൈന ഔസൈന എന്നല്ല, രണ്ടിന്റെയും അർത്ഥം ഒന്നാണ്, ധാതു ഒന്നാണ്, പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. എന്ത് ചെയ്യാ? നിരന്തരം അള്ളാഹു നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? നിന്റെ ഭൗതികമായ ജന്മത്തിന്റെ കാരണക്കാർ നിന്റെ വാപ്പയും ഉമ്മയുമാണെങ്കിൽ, നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും ജന്മത്തിന്റെ കാരണക്കാർ അവരുടെ ഉമ്മയും വാപ്പയാണെങ്കിൽ, മനുഷ്യ പിതാവിന്റെ ജന്മത്തിന്റെ കാരണക്കാരൻ അല്ലാഹുവല്ലയോ? നിന്റെ ജന്മത്തിന്റെയും ശരിയായ കാരണക്കാരൻ അല്ലാഹുവല്ലേ? നിന്റെ കൺമുമ്പിൽ നിനക്ക് കാണുന്ന കാരണക്കാരാണ് നിന്റെ ഉമ്മയും വാപ്പയും. നീ അവർക്ക് നന്ദി ചെയ്തേക്കണം. എങ്കിൽ പിന്നെ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നിനക്ക് എളുപ്പമായി വരും. അല്ലാഹുവാണല്ലോ നിന്നിങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലാഹുവല്ലേ നിന്നെ ജനിപ്പിച്ചത്, വാപ്പതിന്റെ കാരണക്കാരനല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ ജനിപ്പിച്ച അള്ളാഹുവിനെ, നിനക്ക് ജന്മം നൽകിയ അള്ളാഹുവിനെ നിനക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണ്. എങ്ങനെ? നിന്റെ മാതാപിതാക്കളെ കണ്ടാൽ, അവരെ കാണുമ്പോൾ നിനക്ക് അള്ളാഹുവിനെ ഓർമ്മ വരും. കൊണ്ടാണ് അള്ളാഹു മാതാപിതാക്കളുടെയും അള്ളാഹുവിന്റെയും വിഷയം ചേർത്ത് പറയാൻ കാരണം 4 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല അച്ചടക്കം നൽകട്ടെ. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് നന്നായി പെരുമാറിക്കോളൂ, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നന്നായി പെരുമാറും. നിങ്ങൾ സ്വന്തം മാതാപിതാക്കളോട് നന്നായി പെരുമാറിയാൽ നിങ്ങൾക്ക് പ്രായമാകുന്ന കാലത്ത്, നിങ്ങൾക്കൊരു സഹായം ആവശ്യമാകുന്ന കാലത്ത് അവർ നിങ്ങളോട് നന്നായി പെരുമാറും. നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരം സൂക്ഷിച്ചാൽ, നിങ്ങളുടെ ഭാര്യമാർ വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരം സൂക്ഷിക്കും. നിങ്ങൾ ചെയ്താൽ അവർ നിങ്ങൾക്ക് സൂക്ഷിച്ചു തരും. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അവർ സൂക്ഷിക്കും. ഏതെങ്കിലും ഒരാൾ ഉലമാ പറയാറുണ്ട്, ഏതെങ്കിലും ഒരാൾ സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത്, അത് മാത്രമല്ല വേറെ ആരുടെയോ മാതാപിതാക്കൾക്ക് നന്മ ചെയ്താൽ, വേറെ ആരുടെയോ മക്കൾ നിങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാനുണ്ടാകും. നിങ്ങൾ നോക്കിയത് ഏതോ ഒരു വാപ്പയെ, സ്വന്തം വാപ്പയെ ഒഴിവാക്കിയിട്ടല്ല, അവരൊക്കെ നോക്കുന്നതോടുകൂടെ വേറെ ആരുടെയോ വാപ്പയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിങ്ങൾ മുതിർന്നിട്ടുണ്ട്, സഹായം ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, ദാരിദ്ര്യം നീക്കിക്കളയാൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കളല്ലാത്ത മാതാപിതാക്കളെ നിങ്ങൾ സഹായിക്കാൻ മുന്നോട്ട് വന്നാൽ, നിങ്ങളുടെ മക്കളല്ലാത്ത മറ്റാരുടെയോ മക്കൾ നിങ്ങളെ സഹായിക്കാൻ വരുമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അത്ഭുതമാണത്. നീ എങ്ങനെയാണോ പെരുമാറുന്നത്, അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടുന്നത്. നമ്മൾ എങ്ങനെ അങ്ങോട്ടുണ്ടാവുക. അതുകൊണ്ട് സ്വന്തം മാതാപിതാക്കളോട് നന്മ ചെയ്ത് ഇപ്പൊ തുടങ്ങിയാൽ, വാർദ്ധക്യമാകുമ്പോ നിനക്കൊരു ശബാബ്, ഒരു യൗവനം കഴിഞ്ഞ് കഹലും കഴിഞ്ഞ് ശൈഖൂഖത്തിലേക്ക്, വാർദ്ധക്യത്തിലേക്ക് വരുമ്പോ നിനക്ക് ആവശ്യമുണ്ട് ഒരാളിലേക്ക് ചാരി നിൽക്കാൻ ഒരാളുടെ സഹായം ആവശ്യമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റാത്ത, ഒരാളുടെ കൈത്താങ്ങില്ലാതെ നടക്കാൻ പറ്റാത്ത, ആരെങ്കിലും വായിലേക്ക് മരുന്ന് വെച്ച് തന്നാലല്ലാതെ കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ സ്വന്തം മക്കൾ നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. നിങ്ങൾ സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, വേറെ ആരുടെയെങ്കിലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്തിട്ടുണ്ടോ, വേറെ ആരുടെയോ മക്കൾ നിങ്ങളെ ഒന്ന് സഹായിക്കാനുണ്ടാകും. ഇതാണ് ശരീഅത്തുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത് ശരീഅത്തുൽ ഇസ്ലാമിന്റെ വലിയൊരു മനോഹരമായ ഒരു പാഠമാണ്. അള്ളാഹു നമുക്ക് മക്കളിൽ നിന്ന് കൺകുളിർമയെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും കൂടുതൽ ചെലവഴിച്ചാൽ കൂലി കിട്ടുന്നത് മക്കൾക്കാണല്ലോ. നമ്മൾ വീട് വെക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ഇവിടെ ദുആ ചെയ്ത് തങ്ങളവറുകൾ, അല്ലാഹു അവർക്കൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ. ആമീൻ.
നമ്മൾ ചെലവഴിക്കുന്നത് വീടിനോ കച്ചവടത്തിനോ വസ്ത്രം വാങ്ങിക്കാനോ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്തോ ആകട്ടെ, ദീനാറൻ തുൻഫിഖുഹു അലാ അയാലിക വദീനാറൻ തതസദ്ദഖു ബിഹി അലാ മിസ്കീൻ. നിങ്ങൾ ചെയ്യുന്ന ധർമ്മങ്ങളിൽ ഏറ്റവും നല്ല ധർമ്മം തുൻഫിഖുഹു അലാ അയാലിക, നിങ്ങളുടെ ആശ്രിതർക്ക് നിങ്ങൾ ചെലവഴിക്കുന്നതാണ്. ആരാണ് ആശ്രിതർ? ബിർറ ഉമ്മക വ അബാക വ അഖാക വ ഉഖ്തക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മാക്ക് നന്മ ചെയ്യണേ, വാപ്പാക്ക് നന്മ ചെയ്യണേ, വ അഖാക വ ഉഖ്തക, സഹോദരന് നന്മ ചെയ്യണം, സഹോദരിക്ക് നന്മ ചെയ്യണം. നിരാലംബരാണെങ്കിൽ അവരെ നോക്കി വളർത്താൻ ആളുകളില്ലെങ്കിൽ, നിങ്ങളാണ് ആങ്ങളെയെങ്കിൽ പെങ്ങളെ നിങ്ങൾക്ക് നോക്കൽ ബാധ്യതയാണ്. ജ്യേഷ്ഠന് അസുഖമായി കിടക്കുന്ന ജ്യേഷ്ഠനാണ്, നിങ്ങൾക്ക് അല്ലാഹു ആരോഗ്യം തന്നു വരുമാനമുണ്ട്, ജ്യേഷ്ഠനെ പരിപാലിക്കൽ നിങ്ങൾക്ക് നിർബന്ധമായി വരും. ബിർറ ഉമ്മക വ അബാക വ അഖാക വ ഉഖ്തക ഫസുമ്മ അദ്നാക ഫഅദ്നാക. ഉമ്മയെ നോക്കണേ, വാപ്പയെ നോക്കണേ, ആങ്ങളെ നോക്കണേ, പെങ്ങളെ നോക്കണേ, പെങ്ങളെ ശ്രദ്ധിക്കണേ. സുമ്മ അദ്നാക ഫഅദ്നാക, പിന്നെ നിങ്ങളോട് അടുത്ത ബന്ധമുള്ളവർ. ഇങ്ങനെ ഇസ്ലാം കുടുംബ ബന്ധങ്ങളെ ഒരുമിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് 2 സെന്റ് ഭൂമിക്ക് വേണ്ടി ആങ്ങളെയും പെങ്ങളും തെറ്റുന്നത്? 5 സെന്റ് ഭൂമിക്ക് വേണ്ടി എങ്ങനെയാണ് ചോരബന്ധം മുറിച്ചു മാറ്റുന്നത്? സ്വന്തം ഉമ്മയോടോ വാപ്പയോടോ കൊല്ലങ്ങളായി മിണ്ടാതെ നടക്കാൻ കാരണം ഒരു 5 സെന്റ് ഭൂമി പെങ്ങൾക്ക് വാപ്പ ഏറെ കൊടുത്തതിന്റെ പേരിൽ. വാപ്പമാരത് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷേ അതിന്റെ പേരിൽ കുടുംബ ബന്ധം മുറിക്കാൻ പാടുണ്ടോ? സ്വന്തം പെങ്ങളോട് മിണ്ടാതെ കഴിയാൻ പാടുണ്ടോ? പെങ്ങൾ ആങ്ങളയോട് തെറ്റാൻ പാടുണ്ടോ? വാപ്പ മക്കളോട്, മക്കൾ വാപ്പയോട്. സമ്പത്തിന്റെ പേരിലല്ലേ മനുഷ്യരെ കളിക്കുന്നത്? എന്താണ് ഈ സമ്പത്ത്? കബറിലേക്ക് കൊണ്ടുപോകോ? ഇല്ല. പക്ഷെ അതിന്റെ പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങള്, പിണക്കങ്ങള്, ദുൽമുകള് ഇതെല്ലാം അല്ലാഹു സമൂഹത്തിന് ബോധം നൽകട്ടെ. നിബിതങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുദയ്യ മൻ യഊൽ. നിങ്ങൾക്ക് അല്ലാഹു ബാധ്യതയാക്കി വെച്ച ആളുകളെ, നിങ്ങൾ നോക്കാൻ നിർബന്ധമായ ആളുകളെ നിങ്ങൾ നോക്കാതിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളിൽ വലിയ തെറ്റാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അല്ലേ നിസ്കരിക്കാൻ പറഞ്ഞത്? അല്ലാഹുവാണ് ഇവരെ നോക്കാൻ പറയുന്നത്. വാപ്പയുടെ സ്വഭാവം നന്നായിട്ട് നോക്കുക, അല്ലെ ഉമ്മയുടെ സ്വഭാവം നന്നായിട്ട്, അതൊന്നും നോക്കണ്ട. അവരുടെ സ്വഭാവം എന്തോ ആകട്ടെ, അവരെ നോക്കിയേ പറ്റൂ. വാപ്യന്മാരൊക്കെ എന്ത് ചെയ്യണം? സ്വഭാവമൊക്കെ നന്നാക്കണം. ആ പഴയ മട്ടത്തെ ആ പിടിച്ച വാശിയും കണ്ണിനൊക്കെ ദേഷ്യം, അതൊക്കെ വാപ്പാരും ഉമ്മാരും ഒന്നും ഒഴിവാക്കും വേണം. കാലൊക്കെ മാറിയില്ലേ? കുറച്ചൊക്കെ ഒന്ന് ഓപ്പൺ മൈൻഡഡ്നെസ് അല്ലെ, ഒരു തുറന്ന മനസ്സൊക്കെ വാപ്പാർക്കും ഉമ്മാർക്കും വേണം. അത് വാപ്പാരന്മാര് മനസ്സിലാക്കുക. പക്ഷെ മക്കളോട് ചില ബാധ്യതകളുണ്ട്, അത് മക്കൾ നിർവഹിച്ചേ പറ്റൂ. വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറയാണ് അല്ലാഹു തആല. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിലെ യുവാക്കളോട് പറഞ്ഞിട്ടുണ്ട്, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്. ചെറുപ്പക്കാരാ, നിനക്ക് മഹർ കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ, അഖല്ലു മുതമവ്വിലിൻ, വിലമതിക്കാവുന്ന ഏത് ചെറുതാണെങ്കിൽ പോലും മഹർ നിങ്ങൾക്ക് സ്വഹീഹാകും, മഹർ കൊടുക്കാൻ പറ്റും. അഖല്ലു മുതമവ്വിലിൻ, ഇത്ര തന്നെ വേണമെന്നില്ല. നിന്റെ പെണ്ണ് പൊരുത്തപ്പെടുന്ന ഒരു മഹർ, വിലമതിക്കുന്ന എന്തെങ്കിലും ഒരു മഹർ കൊടുക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ, അവരുടെ ചെലവ് പുറത്താൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യണേ. നിങ്ങളുടെ കണ്ണുകൾ പോകുന്ന ബസ്സിലെ, കാറിലെ, വാഹനത്തിലോടുന്ന, സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന, കോളേജ് വിട്ട് വരുന്ന കുട്ടികളൊക്കെ നോക്കിയിട്ട് കണ്ണുകൊണ്ട് ഹറാമ് നിറക്കുന്നതിന് പകരം നിങ്ങളുടെ കണ്ണുകൾക്ക് ഹലാലായി അല്ലാഹു അനുവദിച്ച ഒരു ഭാര്യയെ സ്വീകരിച്ചുകൂടെ? നിങ്ങൾ പറയാം, നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കാൻ നല്ലത് അതാണല്ലോ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി വിവാഹം ചെയ്യണേ. കണ്ടവരെ മുഖത്ത് നോക്കി നിൽക്കല്ലേ, കണ്ണിനെ സൂക്ഷിക്ക്, കണ്ണുകൊണ്ട് വ്യഭിചരിക്കല്ല. നിന്റെ ഗുഹ്യ സ്ഥാനം സൂക്ഷിക്കാനും നിനക്ക് നല്ലത് നീ വിവാഹം ചെയ്യലാണ്. വിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ടാണ് കല്യാണം കഴിച്ചവരെ സംബന്ധിച്ച് ശർഅ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, മുഹ്സൻ. വൽ മുഹ്സനാതു മിനൻ നിസാ. മുഹ്സൻ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ചാരിത്ര ശുദ്ധി
കൈവരുത്തിയ ആളുകൾ. കല്യാണം കഴിഞ്ഞവൻ പിന്നെ വ്യഭിചരിക്കാൻ പോവില്ല, അല്ലാത്തവനും പോവാൻ പാടില്ല. കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഹലാലായ വഴി അള്ളാഹു തന്നിരിക്കെ എങ്ങനെയാണ് അവൻ ഹറാമിനെ പറ്റി ചിന്തിക്കുന്നത്? അതുകൊണ്ടാണ് വ്യഭിചരിച്ച മനുഷ്യൻ മുഹ്സനാണെങ്കിൽ, വിവാഹം ചെയ്തവനോ വിവാഹം ചെയ്തവളോ ആണെങ്കിൽ വ്യഭിചാരത്തിന്റെ ശിക്ഷയുടെ വ്യത്യാസമുണ്ട് അവിടെ. വിവാഹം ചെയ്തവനും അല്ലാത്തവനും തമ്മിൽ. വിവാഹം ചെയ്തവനോ ചെയ്തവളോ ആണെങ്കിൽ, മുഹ്സനോ മുഹ്സനത്തോ ആണെങ്കിൽ അവരെ മരണം വരെ, മരിക്കുന്നവരെ എറിയണമെന്നാണ് ശർഅന്റെ നിയമം. എറിഞ്ഞു കൊല്ലണമെന്നാണ്. വാളുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ അറിയാവുന്നത് കൊണ്ടാണോ? ആ ഒരു സംവിധാനം നബി തങ്ങളുടെ കാലത്തില്ലാത്തത് കൊണ്ടാണോ? ഒരു കുന്തമെറിഞ്ഞ് കൊലപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണോ? മറ്റേതെങ്കിലും രീതിയിൽ ജീവനെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? അല്ല, അവൻ മുഹ്സനായിരിക്കെ, നിക്കാഹ് ചെയ്തവനായിരിക്കെ, അവൻ ദാമ്പത്യ ജീവിതം അനുഭവിച്ചവനായിരിക്കെ പിന്നെ എങ്ങനെയാണ് അവൻ ഹറാമിലേക്ക് പോയത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭൂമിയിൽ നിന്ന് അവൻ വേണ്ട, അവനെ നിന്ദ്യമായ രീതിയിൽ ഇവിടുന്ന് കൊണ്ടുപോകണം. അതുകൊണ്ട് മരണം വരെ കല്ലെറിയണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിന്റെ കോടതിക്ക് മുമ്പിലാണ് വിഷയമെത്തുന്നതെങ്കിൽ ആണും പെണ്ണും എറിഞ്ഞു കൊല്ലപ്പെടും. ഇതാണ് ഇസ്ലാമിന്റെ ശർഅന്റെ നിയമം. വിവാഹം ചെയ്യാത്തവനാണെങ്കിലോ ജൽദു മിഅത്തിൻ വതജ്ലീദു ആം വഇജ്ലാഉ ആം, ഒരു വർഷത്തേക്ക് നാടുകടത്തുകയും 100 വീതം അടിക്കപ്പെടുകയും ചെയ്യും. അവരെ ചട്ടവാറുകൊണ്ടുള്ള അടി. ആർക്ക്? വിവാഹം ചെയ്യാത്തവനാണ് വ്യഭിചരിച്ചതെങ്കിൽ. അതിനൊക്കെയുള്ള പരിഹാരം അള്ളാഹു നിങ്ങൾക്ക് മഹർ കൊടുക്കാൻ കഴിവ് തന്നാൽ, ചെറുപ്പക്കാര എന്റെ ബിസിനസ് ഒന്ന് ഉഷാറാവട്ടെ എന്നിട്ട് മതി എന്ന് പറയല്ല. 10 കൊല്ലം നീണ്ടു നിൽക്കുന്നതിന്റെ വീട് പണി തീരട്ടെ എന്ന് പറയല്ല. നിനക്ക് മഹർ കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ നിക്കാഹിനെ പറ്റി ആലോചിച്ചോ. നിന്റെ പഠനം മുന്നോട്ട് പോയിക്കോട്ടെ, കച്ചവടം മുന്നോട്ട് പോയിക്കോട്ടെ, വ്യഭിചാരത്തിലേക്ക് പോകാതെ ശരീരം സൂക്ഷിച്ചോളൂ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാവിൽ കണ്ട ഒരു കാഴ്ചയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊണ്ടുപോയി അല്ലാഹുവിന്റെ മലക്കുകൾ നോക്കുമ്പോൾ ജുബ്ബുൻ മുഗത്താ, മൂടപ്പെട്ട ഒരു കിണർ പോലെ ഞങ്ങൾ കണ്ടു. അത് നരകമായിരുന്നു. ആ നരകത്തിന്റെ ഉള്ളിൽ ഒരുപാട് ആളുകളുണ്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും. വസ്ത്രങ്ങളില്ലാത്തവരെ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും. ആ പാത്രത്തിന്റെ ഉള്ളിൽ നിറയെ തീയാണ്. അടിയിൽ നിന്ന് തീയങ്ങ് പൊങ്ങുമ്പോൾ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നാകെ ആ കുഴിയിൽ നിന്ന് എഴുന്നേറ്റോടാൻ ഭാവിക്കുന്ന പോലെ ആ മൂടപ്പെട്ട ഒരു കലം പോലെ നിൽക്കുന്ന നരകത്തിന്റെ ഒരു കുഴിയാണ്. ഇതിന്റെ മേലോട്ട് എല്ലാവരും പൊങ്ങി വരും, ആർത്ത് വിളിച്ചിട്ട്. ആർക്കും പുറത്തു വരാൻ പറ്റുന്നില്ല. തീയങ്ങ് താഴെ പോയാൽ ഇവര് താഴെ പോകുന്നു. തീ വരുമ്പോൾ മേലോട്ട് ആർത്ത് നിലവിളിച്ച് മേലെ വരുന്നു. ജിബ്രീലേ, ഇതാരാണ്? ആരാണ്? എന്താണ് ഈ സംഭവിക്കുന്നത്? നബിയേ, അങ്ങയുടെ ഉമ്മത്തുകളിൽ വ്യഭിചാരം ചെയ്ത് നടന്നവരെ അള്ളാഹു ശിക്ഷിക്കുന്ന രീതിയാണിതെന്ന് മിഅ്റാജിന്റെ രാവിൽ ഹബീബിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹു ജല്ല ജലാലു. അതുകൊണ്ടാണ് അള്ളാഹു കാവൽ ചോദിക്കാൻ വേണ്ടി പറഞ്ഞത്, നിങ്ങൾ തഹ്സീൻ ചെയ്തോളൂ, ശരീരം സൂക്ഷിച്ചോളൂ, വിവാഹത്തെ പറ്റി ആലോചിച്ചു തുടങ്ങിക്കോളൂ, നീട്ടിക്കൊണ്ടുപോവേണ്ട. കണ്ണ് സൂക്ഷിക്കാനും ശരീരം വ്യഭിചരിക്കാതെ സൂക്ഷിക്കുവാനും നിങ്ങൾക്ക് ഉത്തമം അതാണ്. അതുകൊണ്ടാണ് വിവാഹപ്രായം എത്തിയിട്ട് മക്കളെ പഠിപ്പിച്ച് നിങ്ങൾ മെഡിസിൻ പഠിപ്പിച്ചോ കുഴപ്പമില്ല, എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ചോ കുഴപ്പമില്ല, എത്ര കാലം വേണമെങ്കിലും പഠിപ്പിച്ചോ. പക്ഷേ വിവാഹത്തിലേക്ക് ആഗ്രഹമാകുന്ന ഒരു കാലമായി തുടങ്ങിയാൽ, വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്ന ഒരു പ്രായം നിങ്ങളുടെ പെൺമക്കൾക്കോ ആൺമക്കൾക്കോ ആയി കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. എന്നിട്ട് മതി പഠനം. വിവാഹത്തിന്റെ സമയമായി കഴിഞ്ഞാൽ വിവാഹം ചെയ്യിപ്പിക്കണേ. 3 വിഷയങ്ങൾ നീട്ടിക്കൊണ്ടുപോവല്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 വിഷയങ്ങൾ നീട്ടിക്കൊണ്ടുപോവരുത്. 1, നിസ്കാരത്തിന്റെ സമയമായാൽ അത് വളരെ പെട്ടെന്ന് അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിച്ചേക്കണം. 2, ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആള് ഗൾഫിൽ നിന്ന് വരട്ടെ, അബുദാബിയിൽ നിന്ന് വരട്ടെ, ഖത്തറിൽ നിന്ന് വരട്ടെ, കുവൈറ്റിൽ നിന്ന് വരട്ടെ, കാത്തുവെക്കണ്ട. മയ്യത്ത് മരിച്ചു കഴിഞ്ഞാൽ മയ്യത്ത് നിങ്ങൾ ഉടനെ മറവ് ചെയ്തേക്കണം. പിന്നെ പറഞ്ഞു 3ാമത്തെ വിഷയം, നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വിവാഹപ്രായമെത്തി വിവാഹത്തിലേക്ക് ആഗ്രഹം തോന്നി തുടങ്ങിയാൽ പിന്നെ കല്യാണം അതും ഇതും പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവണ്ട. നിക്കാഹ് ചെയ്യിപ്പിച്ചോ, നിക്കാഹ് ചെയ്യിച്ചിട്ട് മതി ബാക്കി പഠനം. അല്ലാതിരിക്കുമ്പോഴാണ് ഇല്ലാതകുൻ ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അരീദ്. നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ഇദാ അതാകും മൻ തറളൗന ദീനഹു വഅമാനതഹു ഫസവ്വിജൂഹു. നിങ്ങൾക്കൊരു ചെറുപ്പക്കാരന്റെ മതബോധവും ആ ചെറുപ്പക്കാരന്റെ സത്യസന്ധതയും ബോധ്യപ്പെട്ടാൽ, പ്രായപൂർത്തിയായി വിവാഹപ്രായമെത്തി നിൽക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ വിവാഹം ചെയ്തു കൊടുക്കാം. ഈ സത്യസന്ധന്, ദീനുള്ള ചെറുപ്പക്കാരന്. ഇല്ലാ തഫഅലു,
നിങ്ങളത് ചെയ്തില്ലെങ്കിൽ തകുൻ ഫിത്നത്തുൻ ഫിൽ അർളി, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഫിത്നയുണ്ടാകും, വഫസാദുൻ അരീൽ, ഒരുപാട് ഭയാനകമായ വിപത്തുകൾ ഇവിടെ സംഭവിക്കും. ആ വിപത്തിന്റെ ബാക്കിയാണ് പൂജാരിയുടെ കൂടെ ഇറങ്ങി ഓടുന്നത്. ആ വിപത്തിന്റെ ബാക്കിയാണ് 4 കുഞ്ഞുങ്ങളുള്ള ഉമ്മ തന്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിന്റെ ഉള്ളിൽ മണിമാളികൾ സുഖിച്ച് ജീവിച്ചിട്ട് കണ്ടവന് ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയിട്ട് കൂടെ ഇറങ്ങി ഓടുന്നത്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഫിത്നയാണ്, നിങ്ങളാണതിന് കാരണക്കാർ, നിങ്ങളാണ് അവർക്ക് തഹ്സീൻ ചെയ്യാത്തവര്. നിങ്ങൾക്ക് അവരുടെ സംരക്ഷണം അല്ലാഹു ഏൽപ്പിച്ചിരുന്നു, എന്തുകൊണ്ട് ചെയ്തില്ല? മക്കൾ കണ്ടവന്റെ കൂടെ പോകുന്നത്, ഒളിച്ചോടുന്നതോ മുങ്ങി ഓടുന്നതോ ഒക്കെ അവർക്ക് വിവാഹത്തിലേക്ക് ആവശ്യമുള്ള ഒരു ഘട്ടം വന്നപ്പോ നിങ്ങളത് ചെയ്യാതിരുന്നതിന്റെ ഫലമാണ്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ലോകത്ത് ഫിത്ന വരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെറുപ്പക്കാരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉപദേശം, മുസ്ലിമീങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്, മുസ്ലിമീങ്ങളോട് ഞാൻ പറയുന്നത്, വിവാഹത്തിലേക്ക് ആഗ്രഹം തുടങ്ങുന്ന കാലമായാൽ ചെറുപ്പക്കാരാ, നിനക്ക് മഹർ കൊടുക്കാനും നിന്റെ ഭാര്യയായ സഹോദരിക്ക് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാനും നിനക്ക് സാധിക്കുമെങ്കിൽ നിക്കാഹിനെ പറ്റി ആലോചിച്ചോ. നിനക്ക് അല്ലാഹു അതിൽ ബറക്കത്ത് തരും. നിന്റെ ദീനിന്റെ 2/3 ഭാഗം അല്ലാഹു പൂർത്തിയാക്കി തരും. ഒരു ഭാഗം പിന്നെ നീ ശ്രദ്ധിച്ചാൽ മതി, 2 ഭാഗം പൂർത്തിയാണ്. മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റജ സുലുസൈ ദീനിഹി. ആദ്യത്തെ പരിഹാരം ഇതാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, അദ്ദുന്യാ മതാ വഖൈറു മതാഇഹാ അൽമർഅതു സ്വാലിഹ. നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യം അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാണ്, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു ഭാര്യയാണ്. അല്ലാഹു നമ്മുടെ കുടുംബിനികളെയൊക്കെ സ്വാലിഹത്തുകളായി നല്ലവരാക്കി അല്ലാഹു മാറ്റി തരട്ടെ. നമ്മുടെ സഹോദരിമാരുടെ ഭർത്താക്കന്മാരെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി കൊടുക്കട്ടെ, നല്ലവരാക്കി കൊടുക്കട്ടെ, അല്ലാഹു നല്ലവരാക്കി കൊടുക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുടുംബ ജീവിതം പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് ഭാര്യമാരുണ്ട് നിബിതങ്ങൾക്ക്, ആ ഭാര്യമാരുടെ കൂടെ നിബിതങ്ങൾ കഴിഞ്ഞ ജീവിതം വളരെ മനോഹരമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിബിതങ്ങളുടെ ഭാര്യമാർ അവര് ആർഭാടങ്ങൾ അനുഭവിച്ചവരല്ല, വീടിന്റെ വലിയ വലിയ സൗകര്യങ്ങൾ മണിമാളികകൾ ഉണ്ടായവരല്ല. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ബൈത്തുൻ നുബുവയിൽ വളർന്നു വന്ന മഹാനാണ്. മദീനയിൽ ഹസനുൽ ബസ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുന്നേറ്റുന്നപ്പോ, ചെറിയ കുട്ടിയായിരുന്നപ്പോ എന്റെ കൈ കൊണ്ട് തൊടുമ്പോൾ ഹബീബിന്റെ വീടിന്റെ മേൽക്കൂര എനിക്ക് തൊടാൻ പറ്റുമായിരുന്നു. ആ വീടിന്റെ ഉള്ളിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വളർന്നത്. അവിടെയാണ് സഫിയ ബിൻത് ഹുയയ് ഇബ്നു അഖ്തബ് എന്ന് പറയുന്ന പ്രമുഖനായ ഒരു ഗോത്ര നേതാവിന്റെ തറവാടിത്തമുള്ള മകൾ സഫിയ റളിയല്ലാഹു അൻഹ, സഫിയ ബിൻത് ഹുയയ് അവരെ വളർന്നത് ആ ഒരു കൊച്ചു വീട്ടിലാണ്. അവിടെയാണ് സൈനബ് റളിയല്ലാഹു അൻഹ വളർന്നത്, സൈനബ് ബിൻതു ജഹ്ഷ്. അവിടെയാണ് സൈനബ് റളിയല്ലാഹു അൻഹ നബിതങ്ങളുടെ ഭാര്യ. അവിടെയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. അവരൊക്കെ വളർന്നത് സുഖ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടല്ല, പക്ഷേ അല്ലാഹു അവിടെ സന്തോഷം നൽകി, അല്ലാഹു അവർക്ക് റാഹത്ത് കൊടുത്തു. കാരണം എന്തെന്നറിയോ? പെണ്ണുങ്ങളെ പോലെ, നമ്മുടെ സഹോദരിമാരെ പോലെ ഭർത്താക്കന്മാരോട് കഴിയാത്തത് അവർ ചോദിച്ചിട്ടില്ല. അവർക്ക് അതുണ്ടല്ലോ, നമുക്ക് ഇതില്ലല്ലോ. അവരുടെ വീട് അത്ര വലുപ്പമുണ്ട്, നമ്മുടെ അത്ര സൗകര്യം ഇല്ലല്ലോ. ഇത് പറഞ്ഞവരല്ല അവര്. നബിയേ, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയാ ലിനഫ്തിനഹും ഫീഹി. മറ്റുള്ളവർക്ക് അല്ലാഹു നൽകുന്നത് നിങ്ങൾ നോക്കിക്കാണണ്ട. അവർക്ക് അത്രയുണ്ടല്ലോ, എനിക്കിതില്ലല്ലോ, അവർക്കതുണ്ട്, എനിക്കതില്ലല്ലോ. ഈ കുറ്റം കുറവും പറയല്ലേ, അല്ലാഹുവിന്റെ ആജ്ഞയാണ്. എന്തെന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്നു ഖസംനാ ബൈനഹും, നാം അവർക്ക് ഓഹരി വെച്ചു കൊടുത്തിട്ടുണ്ട്. സൂറത്ത് സുഖ്റഫ്. എന്ത്? മഈശതഹും, ഓരോരുത്തർക്കും ഇവിടെ ജീവിക്കാൻ ആവശ്യമായത് അല്ലാഹു ഓഹരി വെച്ച് തന്നിട്ടുണ്ട്. ഒരുത്തന്റെ വീട്, അവന്റെ വാഹനം, അവന്റെ സൗകര്യം, ഇതില്ലാത്തവരില്ലേ? ഉള്ളതിൽ ഏറ്റ വ്യത്യാസങ്ങളില്ലേ? അല്ലാഹു കൊടുത്തിരിക്കുന്നതാണ്. നമുക്ക് അസൂയ വെക്കണ്ട, അവരോട് അവരിലേക്ക് കണ്ണുയർത്തി നോക്കി കൊതിയോടുകൂടെ നോക്കണ്ട, ദുരാഗ്രഹത്തോടുകൂടെ നോക്കണ്ട. അല്ലാഹു നിങ്ങൾക്ക് ഓഹരി വെച്ച് തന്നിട്ടുണ്ട്. മഈശതഹും, നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാം ഓരോന്നും. അതിന്റെ ശേഷം അല്ലാഹു പറഞ്ഞെന്താണെന്നറിയോ? വറഫഅനാ
ബഅദഹും ഫൗഖ ബഅദിൻ ദറജാത്ത്. നിങ്ങളിൽ ചിലർക്ക് ചിലരെക്കാളും അല്ലാഹു സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ചില ഉയർച്ച കൊടുത്തിട്ടുണ്ട്. അവന്റെ അത്ര നിങ്ങൾക്കില്ല, നിങ്ങളുടെ അത്ര മറ്റൊരാൾക്കില്ല. നിങ്ങൾക്കിടയിൽ വ്യത്യാസം വെച്ചതും അല്ലാഹു തന്നെയാണ്. അതുകൊണ്ട് മത്സരിക്കാൻ നടക്കണ്ട. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, ഓരോരുത്തർക്കും ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഓഹരി വെച്ച് തന്നത് അല്ലാഹുവാണ്. ആ ഓഹരിയിൽ ഏറ്റ വ്യത്യാസം വരുത്തിയതും അല്ലാഹുവാണ്. വാടക വീടുള്ളവനുണ്ട്, 5 സെന്റ് ഭൂമി ഇല്ലാത്തവനുണ്ട്, വാടക വീട്ടിന് വാടക കൊടുക്കാൻ പറ്റാത്തവനുണ്ട്, മണിമാളിക ഉള്ളവനുണ്ട്, ഏക്കർ കണക്കിൽ ഭൂമിയിൽ ഒരു വീട് വെക്കുന്നവരുണ്ട്, 2 സെന്റിൽ ഭൂമി വെച്ചവനുണ്ട്, 4 സെന്റിൽ ഭൂമിയുള്ളവനുണ്ട്. ഇങ്ങനെയൊക്കെ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയതും അല്ലാഹുവാണ്. അല്ലാഹു ചെയ്ത പണിയാണത്. നിങ്ങളതിൽ അസൂയയോടുകൂടെ നോക്കല്ലേ. നിങ്ങൾക്ക് ലഭിച്ചതിനെ സംബന്ധിച്ച് ചോദ്യമുണ്ട്, നിങ്ങൾക്ക് തരാത്തതിനെ കുറിച്ച് ചോദ്യമില്ലല്ലോ. അതുകൊണ്ട് അവൾക്ക് അത്രയുണ്ട്, ഇവൾക്ക് ഇത്രയുണ്ട്, ഇതൊന്നും പറയല്ലേ, ബുദ്ധിമുട്ടാക്കല്ലേ. എനിക്ക് നരകം അല്ലാഹു കാണിച്ചു തന്നു എന്ന് റസൂലുള്ളാഹ്. ഫറഅയ്തു അക്സറ അഹ്ലിഹാ നിസാ, ഞാൻ അവിടെ കണ്ടത് ഒരുപാട് പെണ്ണുങ്ങളെയാണ്. അവർ ചോദിച്ചു, നബിയേ, ഞങ്ങൾ അവിടെ കൂടുതലാവാൻ കാരണം എന്താണ്? എന്തേ ഞങ്ങൾ കൂടാൻ കാരണം? 2 കാരണങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ, നിങ്ങൾ ശാപവാക്കുകൾ വർദ്ധിപ്പിക്കുന്നവരല്ലോ. പെണ്ണുങ്ങൾ ശപിക്കുന്ന വാക്കുകൾ പറയും, ശാപത്തിന്റെ വാക്കുകൾ പറയും, ലക്ഷണം കെട്ടത്, കുരുത്തം കെട്ടത് എന്നൊക്കെ ധാരാളം പറയുന്നവര് പെണ്ണുങ്ങളാണ്. ഇവിടുത്തെ തിരുനാവായിലെ പെണ്ണുങ്ങൾ എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിബിധങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു അസുഖം പെണ്ണുങ്ങൾക്കുണ്ട്. ശാപം വർദ്ധിപ്പിക്കുന്നവരാണ് നിങ്ങൾ, അത് കാരണം നരകത്തിൽ നിങ്ങൾ കൂടുതലാവുന്നുണ്ട്. 2ാമത്തെ കാരണം നിങ്ങളുടെ കുടുംബനാഥനെ, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ ഭർത്താവിനോട് നന്ദികേട് ചെയ്യുന്നവരാണ് നിങ്ങൾ. അവർ ചോദിച്ചു, നബിയേ, എന്ത് നന്ദികേടാണ് ഞങ്ങൾ ഭർത്താക്കന്മാരോട് ചെയ്യാറുള്ളത്? തങ്ങൾ പറഞ്ഞെടുത്തു, കാലം മുഴുവനും നന്മയല്ലാതെ മറ്റൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ ആവശ്യങ്ങളല്ലാതെ മറ്റൊന്നും നിർവഹിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാം വാങ്ങിച്ചു തന്നു, നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ പറയാറില്ലേ, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, യാതൊരു നന്മയും നിങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല. ഭർത്താവ് ചെയ്തു വെച്ച എല്ലാ നന്മകളും നിങ്ങൾ മറന്നുപോയിട്ട് ഒരു നേരത്ത് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, യാതൊരു നന്മയും നിങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് സ്വന്തം ഭർത്താവിനോട് കഴിഞ്ഞ കാലത്ത് ചെയ്ത സർവ്വ നന്മകളും മറന്നുപോയി നിങ്ങൾ പറയാറില്ലേ? നിങ്ങൾ പറയാറുണ്ട് അങ്ങനെ? ഒരു പെരുന്നാൾക്ക് സാരി വാങ്ങിച്ചില്ലെങ്കിൽ, ഭർത്ത വാങ്ങിച്ചു കൊടുത്തില്ല, ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തന്നെ എനിക്ക് വാങ്ങിച്ചു തരൂല. എത്രയോ കാലം വാങ്ങിച്ചു കൊടുത്തതൊക്കെ മറന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാരായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുമ്പോ, ജീവിതം എന്നത് സീരിയലല്ല, സിനിമയല്ലല്ലോ. ജീവിതത്തിൽ ഒരുപാട് ഇല്ലായ്മകളും വല്ലായ്മകളും എല്ലാം സഹിക്കേണ്ടി വരും. ഉള്ളപ്പോ ഉള്ളതുപോലെ, ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ. അങ്ങനെയൊക്കെ ജീവിക്കാൻ സന്നദ്ധയാണ് എന്ന് വാക്ക് കൊടുക്കുന്നതാണ് നിക്കാഹ്. എന്നിട്ട് ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്, ഒരുപാട് കാലം അധ്വാനിച്ചുണ്ടാക്കിയത്, അവൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന എത്രയോ പ്രവാസികളായ സുഹൃത്തുക്കള്, എത്രയോ കാലം ഗൾഫിൽ ജോലി ചെയ്ത് ഒരുപാട് അധ്വാനത്തിന്റെ ഫലം വീട്ടിലേക്ക്, നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് എല്ലാം അവർക്ക് ആവശ്യങ്ങൾക്കൊത്ത് അവർക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഇഷ്ടം പോലെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചവരെ വളർത്തിക്കൊണ്ടുവരുമ്പോ, വീട്ടിലേക്ക് പത്രം കൊണ്ടുവരുന്ന പയ്യൻ, സ്ഥിരമായി മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഓട്ടോറിക്ഷക്കാരനോ വണ്ടിക്കാരനോ ബസ് ഡ്രൈവറോ ക്ലീനറോ അല്ലേ, വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വിൽക്കാൻ വരുന്നവര്, ലൈഫ് ഇൻഷുറൻസിന്റെ പേരും പറഞ്ഞ് വീട്ടിൽ കയറി വരുന്നവര്, ഉണ്ടിപ്പണം കൊടുക്കാനാണെന്ന് പറഞ്ഞ് റൂമിന്റെ മൂലയിൽ കയറിയിരിക്കുന്ന കള്ളന്മാർ, ഇവരോടൊക്കെ പഞ്ചാര വാക്ക് പറഞ്ഞ് ചിരിച്ചും കളിച്ചും തമാശ പറഞ്ഞ് ഇങ്ങനെ ഒരു നേരത്തെ ഒരു ദിവസത്തെ പരിചയപ്പെടലിന്റെ ഫലമായി ഒരുപാട് 100 കണക്കിന് നന്മകൾ ചെയ്ത ഭർത്താവിനെ ഇട്ടേ ചോടിപ്പോകുന്ന സഹോദരിമാരെ, ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കല്ലേ ഇവിടെ പുലരുന്നത്? എന്തിനെ ചാടിപ്പോയത്, എന്തിനെ നീ ഈ ഗുരുതക്കേട് ചെയ്തത് എന്ന് ചോദിച്ചാൽ, കോടതിയുടെ മുമ്പിൽ വന്നിട്ട്, മാതാപിതാക്കളുടെ മുമ്പിൽ, ഭർത്താവിന്റെ മുമ്പിൽ, അവൾ ഓടിപ്പോയ ചെറുക്കന്റെ കൂടെ വന്ന് ജഡ്ജിയുടെ മുമ്പിൽ വെച്ചിട്ട് പറയാൻ, ഇയാളുടെ കൂടെ ജീവിക്കുമ്പോൾ റാഹത്തും ഒരു സന്തോഷവും, ഇയാൾ പറയുന്ന തമാശ എനിക്ക് ഇഷ്ടമാണ്. ആരെ പറഞ്ഞെന്നറിയോ?
19-20 വയസ്സുള്ള പെൺകുട്ടികൾ, കല്യാണം കഴിയാത്ത കുട്ടികൾ വരെ പറഞ്ഞു, എന്ത്, ഇയാളുടെ തമാശ എനിക്ക് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഞാൻ പോവാണ്. ആരുടെ കൂടെ? കണ്ട ജാതിക്കാരന്റെ കൂടെ. ആരോടായി പറഞ്ഞത്? സ്വന്തം ഉമ്മയോട് വാപ്പയോട്. കയ്യിലെടുത്ത് മാസങ്ങളോളം നടക്കാൻ പറ്റാത്ത ഈ കുഞ്ഞിനെ തോളിൽ വെച്ചിട്ട് ഉറങ്ങാൻ കഴിയാതെ ഉമ്മ തോളിൽ വെച്ച് നേരം പുലരുന്നവരെ താരാട്ടുപാടി കൊടുത്ത കുഞ്ഞാണിത് അല്ലേ? എത്രയോ കഷ്ടപ്പെട്ട് വളർത്തിയ കുഞ്ഞ്, ഒരുപാട് ഉമ്മകൾ കൊടുത്ത് വളർത്തിയ ഉമ്മയും അപ്പയും, മദ്രസയിലാകുന്നവരെ, സ്കൂളിലേക്ക് ആക്കുന്നവരെ ഒരുപാട് താലോലിച്ച് കളിപ്പിച്ച് അതിന്റെ ശേഷവും വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഒരുപാട് ഉമ്മ വെച്ച് ഒരുപാട് ചിരിയും തമാശയും ഒക്കെ കിട്ടിയിട്ട് അവസാനം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന്റെ ഒരു ചിരിയിൽ, ഒരു ടെക്സ്റ്റ് മെസ്സേജിൽ, ഒരു വോയിസ് മെസ്സേജിൽ, ഒരു വീഡിയോ മെസ്സേജിൽ ഒക്കെ പെട്ടുപോയിട്ട് അവൾ പറയാണ്, എനിക്ക് ഇതിഷ്ടമായി മോളെ, നിനക്ക് വേണ്ടി 18 കൊല്ലം കഷ്ടപ്പെട്ട ഉമ്മയെ നീ മറന്നുവോ? 20 വയസ്സ് നിനക്കാകുന്നവരെ നിനക്ക് സന്തോഷം മാത്രം തന്ന വാപ്പയെ നീ മറന്നുപോയില്ലേ? നിന്റെ മുമ്പിൽ അങ്ങാടിയിലോ ബസ് സ്റ്റാൻഡിലോ നീ പഠിച്ച കോളേജിലോ നിന്റെ ക്ലാസ് റൂമിലോ പ്രത്യക്ഷപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് നീ ഇറങ്ങി ഓടുമ്പോ നീ എന്താ ഇവിടെ ചെയ്തത്? നിന്നോട് ഒരു നേരം ചിരിച്ചവനോട് 1 മാസം ചിരിച്ചു എന്ന് സങ്കല്പിക്കുക, 1 വർഷമെന്ന് സങ്കല്പിക്കുക. നീ ഈ പ്രായമെത്തുന്നവരെ നിന്നെ സന്തോഷം നൽകി നിന്നെ വളർത്തിയ മാതാപിതാക്കളെ മറന്നുപോയില്ലേ? എന്റെ ഉമ്മയും വാപ്പയും എനിക്ക് ഒരു നന്മയും ചെയ്തു തന്നില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലേ കണ്ടവന്റെ കൂടെ ഇറങ്ങി ഓടുന്നത്? പെണ്ണുങ്ങൾ അങ്ങനെ ചെയ്യല്ലേ, ബുദ്ധിമോശം ചെയ്യല്ലേ. ശരീരത്തിന്റെ വികാരമൊക്കെ അടങ്ങും, ശരീരത്തിന്റെ ആരോഗ്യം തീർന്നാൽ ഇതൊന്നും വേണ്ട. ഒരു നേരം ശരീരത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും മാരകമായ ഒരു രോഗത്തിന്റെ, ക്യാൻസറിന്റെയോ ട്യൂമറിന്റെയോ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറോ എന്തെങ്കിലും മാരക രോഗം ശരീരത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ, ആണോ പെണ്ണോ, ചെറുപ്പക്കാരി, നിന്റെ ആവേശം തീരും. നീ പിന്നെ മരണത്തിലേക്കാണ് എടുക്കുന്നത്. നിന്റെ ജീവിതത്തിന്റെ സന്തോഷം അവസാനിച്ചുവോ? നൈമിഷികമായ ഒരു സുഖത്തിന് വേണ്ടി ലാ ഖൈറ ഫീ ലദത്തിൻ മിൻ ബഅദിഹാ അന്നാറു تفنى اللذاذة ممن نال صفوتها من الحرام ويبقى العار والألم. മഹാനായ സുഫിയാൻ സൗരി തങ്ങൾ പറയുമായിരുന്നു, സുഖങ്ങളൊക്കെ തീരും, അനുഭവിച്ചു പോയ സുഖങ്ങളൊക്കെ മതിമറന്നു പോകും, അതൊന്നും പിന്നെ ഓർമ്മ വരില്ല. ചെയ്തു പോയ തെറ്റ് അള്ളാഹു മറക്കുകയില്ല, നമ്മൾ മറന്നാലും. ചെയ്തു പോയ തെറ്റ് അള്ളാഹു മറന്നു പോകില്ല, നമ്മൾ മറന്നാലും. കിറാമൻ കാതിബീൻ, മാന്യന്മാരായ അള്ളാഹുവിന്റെ മലക്കുകൾ എഴുതി വെക്കുന്ന അള്ളാഹുവിന്റെ സ്ക്രൈബ്സ്, അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം എഴുതുന്ന മലക്കുകൾ മറന്നു പോകില്ലേ? അവര് മറന്നു പോകില്ല. ലാ ഖൈറ ഫീ മിൻ ബഅദിഹാ അന്നാറു, ഏതൊരു സുഖത്തിന്റെയും ശേഷം പിന്നെ നരകമാണെങ്കിൽ എന്തിനാണ് ആ സുഖം, എന്തിനാണ് ആനന്ദം? അതിന്റെ പിറകെ വരുന്നത് നരകമാണെങ്കിൽ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 വിഷയം ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, ശാപത്തിന്റെ വാക്കുകൾ പറയല്ലേ, ശപിക്കുന്ന വാക്കുകൾ പറയരുത്. മറ്റൊന്ന്, നന്ദികേട് ചെയ്യുന്ന വാക്കുകൾ പറയരുത്. നിങ്ങളെന്ന് ഒരു നന്മയും ഞാൻ കണ്ടിട്ടില്ല, ഒരു സന്തോഷം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് 100 കണക്കിന് സന്തോഷങ്ങൾ തന്നത് മറന്നുപോയി മറച്ചു പിടിച്ചുകൊണ്ട് പറയല്ലേ. അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ നരകത്തിൽ ഒരുപാട് കിടക്കുന്നത് പെണ്ണുങ്ങളാണെന്ന് ഞാൻ കണ്ടുവന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് നല്ല ഭാര്യയാവണം, നല്ല ഭർത്താവണം, നല്ല ഉമ്മയാവണം, നല്ല വാപ്പയാവണം, നല്ല മക്കളാവണം, നല്ല ആങ്ങളയാവണം, നല്ല പെങ്ങളാവണം. ഇതിനുള്ള വഴിയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു തന്നത്. എല്ലാം വ്യക്തമായി മനോഹരമായി പഠിപ്പിച്ചു തന്നുവല്ലോ. കുടുംബമേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുവിൻ. വാപ്പ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ, ഉമ്മ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ, പെങ്ങളെ, ഭാര്യ, ആങ്ങളെ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. 2 തവണ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു നമുക്ക് തഖ്വ നൽകട്ടെ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ.
ഇത് കുട്ടിക്കളിയല്ല, ജീവിതം സീരിയസ് ആണ് എന്ന് കുട്ടികൾക്കൊന്ന് മനസ്സിലാക്കി. ഇത് കളിക്കാമെന്ന ലോകമല്ല, അള്ളാഹു വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടെ പടച്ചുവിട്ടൊരു ലോകമാണ്. അതുകൊണ്ട് നമുക്ക് നന്നാവണം. അതിന്റെ വഴി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബത്തിന്റെയും അവിടുത്തെ കുടുംബ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. നമുക്കൊന്ന് ഒരൽപ്പം എഴുന്നേറ്റ് നിന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടിരിക്കണം. സ്റ്റേജിലുള്ളവരൊന്നും എഴുന്നേൽക്കണ്ട. ഇപ്പൊ ഏകദേശം 40 മിനിറ്റ് ആയി അല്ലേ? 40 മിനിറ്റ് ആയോ? അരമണിക്കൂർ കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആവണമെന്നാ. പിന്നെ എഴുന്നേൽക്കുന്ന മുമ്പ് ഇതിലൊരു 2 സൗകര്യങ്ങളുണ്ട്. ഒന്ന് മൂത്രയ്ക്കാൻ പോകാനൊക്കെ ഉണ്ടെങ്കിൽ പോകാം. മുങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓൽക്ക് മുങ്ങും ചെയ്യാം. എല്ലാവരും എഴുന്നേൽക്കും. അപ്പോ ആർക്കും വിഷമല്ലാതെ പോണ്ടവർക്കൊക്കെ പോകാനുള്ള സൗകര്യം കൂടിയാ. പല തിരക്കുള്ളവരൊക്കെ ഉണ്ടാവൂലേ, അതൊന്നും വിഷമല്ല. നിങ്ങൾ എല്ലാവരും പോയാലും കുഴപ്പമില്ല എന്നാ ഞാൻ മനസ്സിലായി. നല്ല മൈക്കാണ്. ഇവിടെ ജിന്നയോട് മലക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ഞാൻ ഓർക്കും വേണ്ടി പറഞ്ഞുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. അപ്പൊ തിരക്കുണ്ടായിട്ട് ഇടങ്ങേറായിട്ട് നിൽക്കും വേണ്ട. എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നീങ്ങാനും പറ്റും. അപ്പോ 2 സ്വലാത്ത് ചൊല്ല. കാരണം കുറച്ച് നീളം പോകാനുള്ളതുകൊണ്ട് എന്ത് ചെയ്യാ, ഒന്ന് നടന്ന് നീങ്ങാനുള്ള സൗകര്യം കൊടുക്കാൻ വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യാ, ഒന്നിരിക്കുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മുടെ സുഹൃത്തുക്കൾ യൂട്യൂബിൽ ലൈവായിട്ട് ഈ പരിപാടി വെള്ളി വെളിച്ചം യൂട്യൂബ് ചാനലിൽ ഇത് പോകുന്നുണ്ട്. ലൈവായിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വീക്ഷിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കും ഈ സദസ്സിൽ നിന്നുള്ള പുണ്യം അള്ളാഹു അവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അമീൻ. ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് ഫ്രഷായി പോയി. കുറെ നേരം അങ്ങ് ഇരിക്കാൻ തുടങ്ങിയിട്ട് അടുത്തുള്ളതുകൊണ്ട് കണ്ടല്ലോ മുത്തരവേ കയ്യൊക്കെ ഒന്ന് ഫ്രഷായിട്ട്. നമ്മുടെ തേൻകുപ്പി ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് ഒന്ന് കൈപ്പറ്റിക്കോളി. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് ദുആ ചെയ്തു മന്ത്രിച്ചൂതിയതാണ്. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫ തരട്ടെ. ഒന്ന് ഞാൻ എടുത്തു. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു തുടക്കം ഉദ്ഘാടനം കഴിക്കുന്നാല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹു ബർക്കത്ത്. അപ്പോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കഴിയുന്നത് കൊടുത്തിട്ട് വാങ്ങിക്കോളി. ഇത്രയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇടങ്ങേറുണ്ടാവും. റബ്ബ് എൻ്റെ അടുത്ത് അത്ര അല്ലല്ലോ, 500 രൂപ പഠിച്ചോനാകെ 100 എൻ്റെ കയ്യിലുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള ഒരു നല്ലൊരു സംഖ്യ നീയത്ത് ചെയ്ത് കൊടുത്തേക്ക്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മുടെ അസുഖങ്ങൾക്ക് ശിഫ നൽകട്ടെ. ആമീൻ. നിങ്ങൾക്ക് വെള്ളം കിട്ടിയോ കുടിക്കാനല്ലേ? എല്ലാവർക്കും കിട്ടിയോ? നിങ്ങൾ ചൊല്ലിയപ്പം കുടിച്ചപ്പം ബിസ്മില്ലയോ? മറന്നോ? വലത്തെ കൈ കൊണ്ട് കുടിച്ചോ? ഓരോരോ ഇറക്കായിട്ടല്ലേ കുടിച്ചത്? ഇരുന്നിട്ടാണ് കുടിച്ചത്. കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ? 5 കൂലി കിട്ടിപ്പോ. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. فساغ لي الشراب وكنت قبل اكاد اغص بالماء الفرات. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ അല്ലാഹു ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ സംഘാടകരടുത്ത് കൊണ്ടുവരെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ അവരിന്നത് സ്വീകരിച്ചു വാങ്ങിയിരിക്കും. നമ്മുടെ സദസ്സിലേക്ക് പോയിക്കോട്ടെ. അള്ളാഹു തആല ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഓരോരോ ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് മൂത്രയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ 10:50 ഉണ്ടാവുക. സമയം കണ്ടു വെച്ചോളി ഇൻഷാ അല്ലാഹ്. ഇടക്ക് ബഹുമാനപ്പെട്ട അബൂജി വാങ്ങിക്കണ്ടേ? മാഷാ അല്ലാഹ്. അല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. വലിയൊരു സംഖ്യ തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. ബിസ്മില്ലാ. അല്ലാഹു ഖബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മനോഹരമായ കുടുംബ ജീവിതം പറഞ്ഞു തന്നിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാം, വലിയ സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല അന്ന്. സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും കാണാം. ഇന്നാ കുന്നാ ലനൻദുർ ഇലൽ ഹിലാലി സുമ്മൽ ഹിലാലി സലാസതി അഹില്ലത്തിൻ ഫീ ഷഹ്റൈൻ. 2 ചന്ദ്രക്കല ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും. 1 മാസം കഴിഞ്ഞു, അടുത്ത മാസം കഴിഞ്ഞു, തുടർച്ചയായ 2 മാസങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കും. വമാ ഔഖത്തു ഫീ വമാ ഊഖിദത് ഫീ അബിയാതി റസൂലില്ലാഹി നാർ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ ഒരു തീ പോലും പൊന്തിയിട്ടില്ല, അടുപ്പിൽ തീ ഉയർന്നിട്ടില്ല. 2 മാസം കഴിഞ്ഞപ്പോ 2 മാസം തുടർച്ചയായി മാസക്കല കാണുന്നത് ഞങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഹബീബിന്റെ വീട്ടിൽ തീ ഉയർന്നിട്ടില്ല, പുകയുയർന്നിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവാതെ സഹോദരി അസ്മാ ബീവിയുടെ പൊന്നുമോൻ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അവർ ചോദിച്ചു, ആയിഷ ബീവി, തീ ഉയർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മാംസമൊക്കെ വേവിക്കാതെ നിങ്ങൾ തിന്നലായിരുന്നോ? അതല്ല ഗോതമ്പൊക്കെ വേവിക്കാതെ തിന്നലായിരുന്നോ?
ഉർവത്ത് ബിൻ സുബൈറേ, വേവിക്കാൻ മാംസം ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല, വേവിച്ചു തിന്നാൻ ഗോതമ്പ് ഞങ്ങൾക്ക് 2 മാസമായി കിട്ടിയിരുന്നില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ ജീവിച്ചത്? ആ കറുത്ത 2 സാധനങ്ങളാ ഉണ്ടായിരുന്നത്. കറുത്ത 2 സാധനങ്ങൾ, ഒന്ന് കാരക്ക, മറ്റൊന്ന് കുടിവെള്ളം. വെള്ളം ഒന്ന് തഗ്ലീബ് കൊണ്ട് പറഞ്ഞതാണ്, 2 എണ്ണം. ഒന്നുണ്ടെങ്കിൽ തന്നെ 2 ഉമറാനി എന്ന് പറയും. സിദ്ദീഖിനെയും ഉമർതങ്ങളെയും 2 ഉമർ, ഒരു ഉമറേ ഉള്ളൂ ഇതില് എന്ന പോലെ 2 കറുത്തത്, ഒന്നേ കറുത്തതുള്ളൂ, അങ്ങനെയാവാം. അല്ലെങ്കിൽ വെള്ളം സൂക്ഷിച്ചു വെക്കുന്ന കണ്ടെയ്നർ, തോൽപാത്രത്തിന്റെ ഉള്ള് കറുപ്പാണ്. അതുകൊണ്ടാണ് വെള്ളത്തിന് കറുപ്പ് എന്ന് പറയാൻ കാരണം. നമ്മളിപ്പോ വെള്ളത്തിന് നിറം എന്താന്ന് പറഞ്ഞാൽ എന്താ? ചില വെള്ള എന്ന് പറയും, വെള്ളമല്ല. നീല എന്ന് പറയും, നീലയല്ല അല്ലെ. പച്ച എന്ന് പറയും, കുളത്തെ കെട്ടി നിൽക്കുന്ന വെള്ളമാണെങ്കിൽ. എന്ന പോലെ അന്നത്തെ വെള്ളം സൂക്ഷിക്കുന്ന പാത്രത്തിലേക്ക് നോക്കിയാൽ കറുപ്പ കാണുക. അതുകൊണ്ട് അതിന് കറുത്തത് അസ്വദ് എന്ന് പറയാറുണ്ട്. ഈ കറുത്ത 2 സാധനമല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ലെന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ഇറച്ചി കഴിക്കാൻ കിട്ടിയിട്ടില്ല. നമ്മൾ ഡെയിലി ഇറച്ചി കഴിക്കുന്നുണ്ട് ഇപ്പൊ നാട്ടില്. റമദാനില് സജീവാവും അല്ലെ, നോമ്പ് തുറക്കുമ്പോഴും അത്താഴത്തിനും ആവും. അല്ലെങ്കിൽ ഡെയിലി ഒന്നും ഉണ്ടാവില്ല. വെള്ളിയാഴ്ച, ഞായറാഴ്ച, ശനിയാഴ്ച, എപ്പോഴെങ്കിലും ഒരിക്കലൊക്കെ ഉണ്ടാവും ഒരാഴ്ചയിൽ. റമദാനാകുമ്പോൾ നമ്മൾ ഒരുപാട് തിന്നുണ്ടല്ലേ കുറച്ചോനെ. അതിനെപ്പറ്റി വേറെ പറയേണ്ടതാണ്. തിന്നാതെ ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറഞ്ഞ മാസമാണ്. നമുക്ക് ചെലവ് കൂടുതലാന്ന് അല്ലെ. 30 ദിവസം നോമ്പ് വെക്കുമ്പോ 10 കിലോ കൂടുതൽ. എന്താ നോമ്പിന്റെ ഒക്കെ ഹാല്? സുബ്ഹാനല്ലാഹ്. അപ്പോ ഭക്ഷണമൊക്കെ ഒന്ന് കുറക്കി. കണ്ണൂരുകാരൊക്കെ വന്നിട്ടുണ്ട് നമ്മളെ പരിപാടിക്ക്. കണ്ണൂരാണ് ഇപ്പൊ വല്ലാതെ ഭക്ഷണം വിളമ്പുന്ന സ്ഥലം. ഇന്നിപ്പോ ഈ ഭാഗത്തൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മള് തിരൂരിന്റെ വക്കൊക്കെ അല്ലേ. അപ്പൊ എന്തായാലും ഉണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. വല്ലാണ്ട് ഭക്ഷണം ഉണ്ടാക്കണ്ട, ഭക്ഷണം കുറക്കാൻ വേണ്ടി പറഞ്ഞ മാസാണത്. അപ്പോ ഇൻഷാ അല്ലാഹ് അവരൊക്കെ ജീവിച്ച ആ ഒരു ത്യാഗമൊക്കെ ആലോചിച്ച നമുക്കൊന്നും ഒരു വിഷമമില്ലല്ലോ, ഒന്നുമില്ല. ഹബീബായ തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ചില കാലഘട്ടം വന്നു പോയിട്ടുണ്ട്. തങ്ങൾ സാഹിദായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഇസ്ലാമിന് പൈസ കിട്ടിയിട്ടുണ്ട്, പക്ഷെ തങ്ങൾ എടുത്തിട്ടില്ല. അതാണ് അത്ഭുതം. തങ്ങൾ എടുത്തിട്ടില്ല, തങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചതാ. ആയിഷ ബീവി അങ്ങനെ തന്നെ 60,000 ദീനാറ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം ആയിഷ ബീവിയുടെ മുമ്പിലേക്ക് ഇബ്നു സുബൈർ തങ്ങൾ കൊടുത്തയച്ചപ്പോ, അന്ന് നോമ്പുകാരിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നോമ്പ് തുറക്കുന്നതിന്റെ മുമ്പ് 60,000 ദീനാർ സ്വർണ്ണ നാണയെ കൊടുത്തങ്ങോട്ട് തീർത്തു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നോമ്പ് തുറക്കാൻ കുറച്ച് ഇറച്ചി വാങ്ങാൻ മറന്നുപോയി. അങ്ങനെ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ നേരത്തെ, നോമ്പ് തുറക്കാൻ നേരത്ത് ഖാദിമത്ത് വന്ന് ഭക്ഷണം കൊണ്ടുവന്നപ്പോ ഖാദിമത്ത് ചോദിച്ചു, ആയിഷ ബീവി, നമുക്ക് ഒരു പൊതി ഇറച്ചി വാങ്ങാൻ 1 ദീനാറിന്റെ അരെങ്കിലും മതി, ഒന്ന് ബാക്കി വെച്ച് 60,000 നിങ്ങൾ കൊടുത്തു തീർത്തല്ലോ ഒരൊറ്റ ദിവസം കൊണ്ട്. അന്നത്തെ ഖലീഫ കൊടുത്തയച്ച, അന്നത്തെ വാലി ഭരണാധികാരി കൊടുത്തയച്ചതാ. മുഴുവൻ സ്വതക്ക ചെയ്തു ബീവി ആയിഷ റളിയല്ലാഹു അൻഹ.